ഇന്നത്തെ രാവിലെ തുടങ്ങിയത് മനോഹരമായ കാഴ്ചയോടെ. രാവിലെ തന്നെ കുറച്ച് കിളിക്കുട്ടന്മാരെ എന്തൊക്കെയോ ഭക്ഷണം അന്വേഷിച്ച് വീടിൻ്റെ മുറ്റത്തോടെ ഇങ്ങനെ നടക്കണുണ്ട്. ഈ കാഴ്ചയും കണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി ഷോപ്പിൽ നിന്ന് ഇന്നലെ വാങ്ങിയ അസ്പ്രാഗസ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നാട്ടിൽ പക്ഷേ ഈ അസ്പ്രാഗസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അസ്പ്രാഗസ് പോഷകസമൃദ്ധമായിട്ടുള്ളൊരു പച്ചക്കറിയാണ്. ഇതിൽ വൈറ്റമിൻ സി, ഫൈബർ കണ്ടന്റ്, ഫോളേറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. ദഹനം നല്ലതാവാനും രോഗപ്രതിരോധ ശേഷി നല്ലതാവാനും ഇത് സഹായിക്കുമെന്നൊക്കെ പറയപ്പെടുന്നു. ഇത് ഞാൻ നന്നായിട്ട് ഓരോന്നായിട്ട് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലിട്ട് വെച്ച് അതിൽ വെള്ളം നിറച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം 10-15 മിനിറ്റ് മുക്കി വയ്ക്കുന്നതും നല്ലതാണ്. വീട്ടിലമ്മ സാധാരണയായിട്ട് പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മുക്കി ഇങ്ങനെ കുറച്ച് നേരം വെക്കും. അതിന് ശേഷം പച്ചക്കറികളെല്ലാം കട്ട് ചെയ്യാനായിട്ട് എടുക്കാറുള്ളൂ. അതെ, നമ്മൾ മലയാളികൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ടിപ്പാണത്. കീടങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് അത് സഹായിക്കും. അമ്മമാർക്കറിയാവുന്ന വേറെ എക്സ്ട്രാ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എൻ്റെ ചെറിയ ബണ്ടിലായിരുന്നു അസ്പ്രാഗസ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ബണ്ടിലാണ് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബണ്ടിൽ തന്നെ 2 പ്ലേറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ കൂട്ടായിട്ടുള്ള നമ്മുടെ സാധാരണ തോരൻ്റെ സവോളയും വെളുത്തുള്ളിയും ഇതെല്ലാം അരിഞ്ഞങ്ങ് റെഡിയാക്കി വെച്ചു. നമ്മുടെ ഫുഡിന് വളരെ രുചി തരുന്നതല്ല ഈ സവോളയും ഗാർലിക്കും അതുപോലെ തന്നെ തേങ്ങ ചെറിയതും അതൊക്കെ ഇപ്പം മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു രുചി കൂട്ടാണത്. അങ്ങനെ ഈ അസ്പ്രാഗസ് ഒന്ന് വെന്ത് വരണവരൊന്ന് വെയിറ്റ് ചെയ്യാം. 2 പ്ലേറ്റിൽ 1 പ്ലേറ്റ് അസ്പ്രാഗസ് മാത്രം കേട്ടോ കറി വയ്ക്കാനെടുത്തത്. ബാക്കി 1 പ്ലേറ്റ് അവിടെ വെറുതെ ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആ 1 പ്ലേറ്റ് സിപ്പ് ലോക്ക് ബാഗിൽ എടുത്ത് വെച്ച് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാനായിട്ട്. ഇതൊരു സിലിക്കോണിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള ബാഗാണ്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയതാണ് അത്. ഷോപ്പിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിനകത്ത് 2 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഉണ്ടാക്കിയ ഒരു പിങ്ക് ബ്ലാങ്കറ്റിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിപ്പ് ലോക്ക് ബാഗ് കാണാം. അപ്പോൾ നമ്മുടെ അസ്പ്രാഗസ് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് തേങ്ങ ചിരവിയത് ആണ് സാധാരണ ഇടാറ്. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് ഞാൻ ഇട്ടു. ഈ സമയത്താണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ എൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അത് വൈകുന്നേരം ഉണ്ടാക്കിയത് കൊണ്ട് അത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഫ്ലേവർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് പിള്ളേരത് കഴിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ റൈസിനെ ഒന്ന് സ്വാദിഷ്ടമാക്കാനായിട്ട് ഞാനൊരു ചെറിയ പരീക്ഷണം നടത്തി കേട്ടോ. അപ്പോൾ ആ പരീക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പുകളാട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ മല്ലിയിലൊക്കെ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ എൻ്റെ ചെറിയ ആൾ സഹായിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇച്ചിരി കഷ്ടപ്പെട്ട് അദ്ദേഹം സഹായിക്കണത്. പിന്നെ നമ്മുടെ തക്കാളി സവോള ഇതെല്ലാം കൂടെ മാറ്റി വെച്ചു. നാരങ്ങയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ആദ്യം നമ്മുടെ നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് നല്ല രീതിയിലത് മെൽറ്റായി വരണമെന്ന് വെയിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ബോൾ പെപ്പേഴ്സാണ്. പല കളറിൽ അത് കിട്ടും. നല്ല രസമല്ലേ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു. അപ്പം എൻ്റെ ചേട്ടായിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ല. ഈ ബോൾ പെപ്പേഴ്സ് നല്ല കളർഫുള്ളായിട്ട് കിടക്കണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് ആ ഫ്രൈഡ് റൈസിനെ തന്നെ ഒന്ന് മനോഹരമാക്കും. അപ്പം ഞാനത് നമ്മുടെ കുക്ക്ഡ് റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിന് ശേഷം ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് നാരങ്ങ നീരൊക്കെ സ്ക്യൂസ് ചെയ്ത് കൊടുത്തോണ്ട് മല്ലിയില ഇതെല്ലാം ഇട്ട് കൊടുത്തു. അത് കുക്ക്ഡായിട്ട് വരട്ടേന്ന്. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരുന്ന ബെൽ പെപ്പേഴ്സിൻ്റെ കുറച്ച് ഭാഗം ഞാനത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊത്തി പൊരിച്ച് വെച്ച മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഫ്ലേവറിനും പിന്നെ കാഴ്ചയുടെ ഭംഗിക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയത് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റൈസൊക്കെ കുക്ക്ഡായി. കാണാനും നല്ല രസമുണ്ട്. പിള്ളേർക്കത് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുക്കിങ് കഴിഞ്ഞാൽ എന്നത്തെയും പോലുള്ള പണിയെന്ന് പറയുന്നത് പാത്രം കഴുകുക എന്നുള്ളതാണ്. ഡിഷ് വാഷറുണ്ട്. പക്ഷേ ഡിഷ് വാഷറിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മളത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ വേസ്റ്റ് എല്ലാം അതിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാൻ കുറച്ച് സമയം വലിയ യാത്രാ വിശ്രമമൊന്നുമല്ല, പുറത്ത് കുറച്ച് നേരം പ്രകൃതിയോടൊപ്പം ചിലവഴിക്കാമെന്ന് കരുതി. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ.
കിളികളുടെ സൗണ്ടും ഇലയുടെ സൗണ്ടും കാറ്റിൻ്റെ അരച്ചിലും ഒക്കെ നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. ശരിക്കും ഒരു സംഗീത പരിപാടി അവർ ഒരുക്കി വെച്ചിരിക്കണം. പെട്ടെന്ന് അപ്പോൾ എന്താ കാട്ടിൽ നിന്നൊരു സൗണ്ട് കേട്ടു. ഞാനൊന്ന് പേടിച്ചു പോയി. അപ്പം ഞാനൊന്ന് നോക്കാൻ ശ്രമിക്കുകയാണ്, അതിൽ കൂടെ എന്തെങ്കിലും വരണുണ്ടോ, വല്ല കുറുക്കനാണോ അതോ കിളി നടക്കണതാണോ, എന്താണ് സൗണ്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കിയതാട്ടോ. അവിചാരിതമായിട്ടുള്ള സൗണ്ട് കേട്ട് പെട്ടെന്ന് ഈ സ്ഥലം കാലിയാക്കാൻ നോക്കിയതാണ് ഗൈസ് ഈ പാവം ഞാൻ. എന്തായാലും ഇന്നത്തെ ദിവസത്തെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ് കുറച്ച് നേരം എനിക്ക് വേണ്ടി ഒന്ന് സമയം ചിലവഴിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. സെൽഫ് കെയർ സീരീസിൻ്റെ 7 എപ്പിസോഡ്സിൻ്റെ ഒരു വീഡിയോ ലിസ്റ്റ് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. ഈ യൂട്യൂബിൻ്റെ ഷോർട്സിലാണ് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റുക. എൻ്റെ ചാനലിലേക്ക് എത്തിപ്പെട്ട എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. മാത്രമല്ല, ഇത്രയും വർഷങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ യാത്രയുടെ ഭാഗമായി എൻ്റെ എല്ലാ പഴയ സബ്സ്ക്രൈബേഴ്സിനും വളരെ നന്ദി. ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും സ്നേഹവും പ്രോത്സാഹനമാണ് എനിക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനം നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും എൻ്റെ കൊച്ചു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഥ പറച്ചിലും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.